പ്രിയപ്പെട്ട കൂട്ടുകാരെ, കഴിഞ്ഞ തവണ അറിവോരത്തിൽ നമ്മൾ ബേപ്പൂർ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീറിനെ പറ്റി ആയിരുന്നല്ലോ അറിഞ്ഞത്. ഈ തവണ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബഷീറിൻ്റെ ഒരു പ്രിയ ശിഷ്യനെയാണ്. ബഷീറിനെ ഏറെ ബഹുമാനത്തോടെ ഗുരുവേ എന്ന് വിളിച്ചിരുന്ന ബഷീർ അതിലേറെ വാത്സല്യത്തോടെ നൂലൻ വാസു എന്ന് വിളിച്ചിരുന്ന, മലയാളികൾ സ്നേഹത്തോടെയും ആദരവോടെയും MT എന്ന ചുരുക്കപ്പേരിൽ വിളിക്കുന്ന മലയാളികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നായർ എന്ന MT വാസുദേവൻ നായരെയാണ് ഈ തവണത്തെ അറിവോരത്തിലൂടെ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ആയിരത്തി 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടല്ലൂർ എന്ന സ്ഥലത്ത് നാരായണൻ നായരുടെയും അമ്മാളു അമ്മയുടെയും 4ാമത്തെ മകനായിട്ടാണ് MT ജനിക്കുന്നത്. സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽക്കേ MT എഴുത്തിലും വായനയിലും താല്പര്യം പ്രകടിപ്പിച്ചിരുന്നു. ഹൈസ്കൂളിൽ അദ്ദേഹത്തിൻ്റെ സീനിയറായി പഠിച്ചിരുന്നത് പിൽക്കാലത്ത് പ്രശസ്ത കവിയായി മാറിയ അക്കിത്തം നമ്പൂതിരിയായിരുന്നു. അക്കിത്തവുമായിട്ടുള്ള സൗഹൃദം MTയെ എഴുത്തിൻ്റെയും വായനയുടെയും ലോകത്തേക്ക് കൂടുതൽ അടുപ്പിച്ചു. എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉപരിപഠനത്തിനായി MT തിരഞ്ഞെടുത്തത് സയൻസ് വിഷയമായ കെമിസ്ട്രി ആയിരുന്നു. സയൻസ് പഠിച്ചാൽ വേഗം ജോലി ലഭിക്കുമെന്ന പലരുടെയും ഉപദേശം കേട്ടായിരുന്നു അത്. അങ്ങനെ 1949 പാലക്കാട് വിക്ടോറിയ കോളേജിൽ അദ്ദേഹം BSc കെമിസ്ട്രിക്ക് ചേർന്നു. കെമിസ്ട്രി പഠിക്കുമ്പോഴും എഴുത്തിനോടുള്ള അദ്ദേഹത്തിൻ്റെ ഇഷ്ടത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല. 1952 ഈ കോളേജ് പഠനകാലത്താണ് MT രക്തം പുരണ്ട മണൽത്തരികൾ എന്ന തൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. 1954 അമേരിക്കൻ പത്രമായ ന്യൂയോർക്ക് ഹെറാൾഡും ഇന്ത്യൻ പത്രം ഹിന്ദുസ്ഥാൻ ടൈംസും നമ്മുടെ മാതൃഭൂമിയും സംയുക്തമായി ലോകത്തിലെ ഏറ്റവും മികച്ച കഥയെഴുത്തുകാരനെ കണ്ടെത്താൻ ഒരു ലോകകഥാ മത്സരം നടത്തുകയുണ്ടായി. ആ മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച കഥയായി തിരഞ്ഞെടുക്കപ്പെട്ടത് MT എഴുതിയ വളർത്തുമൃഗങ്ങൾ എന്ന കഥയാണ്. തൻ്റെ സാഹിത്യ ജീവിതത്തിൽ MTക്ക് ആദ്യമായി ലഭിച്ച അംഗീകാരമായിരുന്നു അത്. ഡിഗ്രി പഠനത്തിന് ശേഷം MT കുറച്ചുനാൾ ഗണിത അധ്യാപകനായി ജോലി നോക്കിയെങ്കിലും 1957 അദ്ദേഹം അധ്യാപക ജോലി ഉപേക്ഷിച്ച് മാതൃഭൂമിയിൽ സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്നു. MTയുടെ സാഹിത്യ ജീവിതത്തിലെ വലിയ വഴിത്തിരിവായിരുന്നു അത്. 1958 MT തൻ്റെ ആദ്യ നോവലായ നാലുകെട്ട് പ്രസിദ്ധീകരിക്കുന്നത്. പേരുകേട്ട വടക്കേപ്പാട്ട് തറവാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട അമ്മയുടെ മകനായി പിറന്ന് കഷ്ടപ്പാടുകളും അപമാനങ്ങളും ഒക്കെ സഹിച്ച് മിടുക്കനായി പഠിച്ച് ഒടുവിൽ അമ്മയുടെ തറവാട് സ്വന്തമാക്കുന്ന അപ്പുണ്ണിയുടെ കഥ പറഞ്ഞ നോവലായിരുന്നു നാലുകെട്ട്. തൻ്റെ ഈ ആദ്യ നോവലിന് തന്നെ MTക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുകയുണ്ടായി. ബഷീറും തകഴിയും ഉറൂബുമൊക്കെ മഹത്വരമാക്കി മാറ്റിയ മലയാള കഥാ സാഹിത്യ ലോകത്ത് MT എന്ന പേര് അരക്കിട്ടുറപ്പിച്ചത് ഇന്നും ക്ലാസിക് നോവലായി വിലയിരുത്തപ്പെടുന്ന നാലുകെട്ട് പ്രസിദ്ധീകരിക്കപ്പെട്ടതോടെയാണ്. ഇതുകൂടാതെ അസുരവിത്ത്, കാലം, മഞ്ഞ്, വാരണാസി തുടങ്ങി പ്രശസ്തമായ പല നോവലുകളും MT എഴുതിയിട്ടുണ്ട്. MTയുടെ ഏറ്റവും മികച്ച നോവലായി പലരും വിലയിരുത്തുന്നത് മഹാഭാരതത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയ രണ്ടാമൂഴമാണ്. കഴിവിലും ശക്തിയിലും മുൻപന്തിയിലായിരുന്നിട്ടും കൗരവരെ മുഴുവൻ ഒറ്റയ്ക്ക് വധിച്ചിട്ടും അർജുനനോ യുധിഷ്ഠിരനോ ലഭിച്ച പ്രാധാന്യം ലഭിക്കാതെ പോയ ആളായിരുന്നു പാണ്ഡവരിൽ രണ്ടാമനായ ഭീമൻ. പലയിടത്തും രണ്ടാം മൂഴക്കാരനായി പിന്തള്ളപ്പെട്ടുപോയ ഭീമന്റെ കണ്ണിലൂടെ മഹാഭാരത കഥ പറയുകയായിരുന്നു MT എന്ന
അനുഗ്രഹീതനായ എഴുത്തുകാരൻ രണ്ടാമൂഴം എന്ന നോവലിലൂടെ ചെയ്തത്. നോവലുകളെ കൂടാതെ ഇരുട്ടിൻ്റെ ആത്മാവ്, കുട്ടിയടത്തി, നീർപ്പോളകൾ, സ്വർഗം തുറക്കുന്ന സമയം, ഓളവും തീരവും, നിന്റെ ഓർമ്മയ്ക്ക്, നീലക്കുന്നുകൾ, ഷെർലക്, ഒടിയൻ, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ തുടങ്ങിയ അനേകം പ്രശസ്തമായ ചെറുകഥകളും MT എഴുതിയിട്ടുണ്ട്. ഇതുകൂടാതെ മലയാള സിനിമാ ലോകത്തും MT തൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു. 1965 മുറപ്പെണ്ണ് എന്ന സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കൊണ്ടാണ് MT ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചത്. 1973 MT ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമാല്യം എന്ന ചിത്രത്തിന് മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ ലഭിക്കുകയുണ്ടായി. തൊട്ടതെല്ലാം പൊന്നാക്കി മാറ്റിയ MTക്ക് സിനിമയുടെ ലോകം തൻ്റേതാക്കി മാറ്റുവാൻ അധിക സമയമെടുത്തില്ല. സ്ക്രിപ്റ്റ് റൈറ്റിംഗ് അഥവാ തിരക്കഥ എഴുത്ത് ഒരു സാഹിത്യ രൂപമായി മലയാളികൾ അംഗീകരിച്ചു തുടങ്ങിയത് തന്നെ MT സിനിമകൾക്ക് തിരക്കഥ എഴുതാൻ തുടങ്ങിയതിൽ പിന്നെയാണ്. വേറൊരു തരത്തിൽ പറഞ്ഞാൽ സിനിമയുടെ തിരക്കഥ എഴുത്തിനെ ചെറുകഥ പോലെ, നോവൽ പോലെ, കവിത പോലെ, നാടകം പോലെ ഒരു സാഹിത്യ ശാഖയാക്കി ഉയർത്തുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ MT എന്ന അതുല്യ പ്രതിഭ ചെയ്തത്. MTയുടെ സിനിമയിൽ അഭിനയിക്കുന്നത്, MT എഴുതിയ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് തങ്ങളുടെ അഭിനയ ജീവിതത്തിൽ ലഭിക്കുന്ന വലിയ അംഗീകാരമായി മലയാള സിനിമയിലെ നടീനടന്മാർ കരുതി. പ്രേംനസീറും സത്യൻ മാഷും മുതൽ മമ്മൂട്ടിയും മോഹൻലാലും സുകുമാരനും തിലകനും സുരേഷ് ഗോപിയും വിനീതും മനോജ് കെ ജയനും അടക്കം പല തലമുറയിൽപ്പെട്ട നടീനടന്മാർ MTയുടെ കഥാപാത്രങ്ങളായി മാറി. ആൾക്കൂട്ടത്തിൽ തനിയെ, ആരൂഢം, അടിയൊഴുക്കുകൾ, ആരണ്യകം, അനുബന്ധം, കടവ്, നഖക്ഷതങ്ങൾ, നീലത്താമര, ഓപ്പോൾ, ഒരു വടക്കൻ വീരഗാഥ, പഞ്ചാഗ്നി, പരിണയം, സതയം, താഴ്വാരം, വൈശാലി, കേരളവർമ്മ പഴശ്ശിരാജ, അങ്ങനെ അങ്ങനെ MTയുടെ തിരക്കഥയിൽ പിറന്ന സിനിമകൾ അനവധിയാണ്. 1984 ഇറങ്ങിയ ഉയരങ്ങളിൽ എന്ന സിനിമ മോഹൻലാലിൻ്റെ അഭിനയ ജീവിതത്തിലെ ഒരു വഴിത്തിരിവായിരുന്നു. MT എഴുതിയ നെഗറ്റീവ് ഷെയ്ഡുള്ള ജയരാജൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച് മോഹൻലാൽ ഒരേ സമയം നായകനും വില്ലനുമായി മലയാളികളെ അതിശയിപ്പിച്ചു. തുടർന്ന് പഞ്ചാഗ്നി, സതയം, അമൃതംഗമയ തുടങ്ങിയ ചിത്രങ്ങളിൽ MTയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് മോഹൻലാൽ നമ്മളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട്. കഥ കേട്ട് കഥ കേട്ട് കഥ കേട്ട് മമ്മൂട്ടിക്ക് സിനിമയിൽ ആദ്യമായി ഒരു പ്രധാന വേഷം അഭിനയിക്കാൻ നൽകുന്നത് വിൽക്കാനുണ്ട് സ്വപ്നങ്ങൾ എന്ന ചിത്രത്തിലൂടെ MT ആയിരുന്നു. തൃഷ്ണ, അക്ഷരങ്ങൾ, ഇടനിലങ്ങൾ, അനുബന്ധം തുടങ്ങിയ സിനിമകളിലെ MTയുടെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ് മമ്മൂട്ടി തന്നിലെ നടനെ രാഗിമിനുക്കി എടുത്തത്. കുന്നിൻ ചെരുവിലെ സമൃദ്ധമായ കണ്ണാന്തളി പൂക്കളെക്കുറിച്ച് MT എഴുതിയപ്പോൾ മമ്മൂട്ടി തിരശീലയിൽ അതേ കണ്ണാന്തളി പൂക്കളെക്കുറിച്ച് പാടി അഭിനയിച്ച് മലയാളികളുടെ മനം കവർന്നു. കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും ചോലയിൽ, കണ്ണാന്തളിയും കാട്ടുകുറിഞ്ഞിയും കണ്ണാടി നോക്കും വടക്കൻ പാട്ടിലൂടെയും മുമ്പേ ഇറങ്ങിയ സിനിമകളിലൂടെയുമൊക്കെ മലയാളികളുടെ മനസ്സിൽ വില്ലൻ പരിവേഷമുണ്ടായിരുന്ന ചതിയൻ ചന്തുവിനെ MT നായക പരിവേഷം നൽകി പുനർനിർമ്മിച്ചപ്പോൾ വീരനായ ചന്തു ചേകവർ മമ്മൂട്ടിയുടെ അഭിനയ ജീവിതത്തിലെ ഏറ്റവും ഐക്കോണിക് കഥാപാത്രമായി മാറി. ഒരു വടക്കൻ വീരഗാഥ കണ്ടിറങ്ങിയ മലയാളികൾ ഒന്നടങ്കം ഏറ്റുപറഞ്ഞു, ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ എന്ന്. ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്കാവില്ല. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം MT കേരളവർമ്മ പഴശ്ശിരാജയുടെ കഥ പറഞ്ഞപ്പോഴും പഴശ്ശിരാജയാകാൻ മമ്മൂട്ടിയല്ലാതെ മറ്റാരുമില്ലായിരുന്നു. വൈശാലിയിൽ മഴ പെയ്യിക്കാനെത്തിയ ഋഷിസിംഗനെയും മകനെ ഉളിയെറിഞ്ഞു കൊന്ന പെരുന്തച്ഛനെയും യക്ഷിയായ കുഞ്ഞാത്തോലിനെ കൂട്ടുകാരിയാക്കിയ ജാനകിക്കുട്ടിയെയുമൊക്കെ MT അക്ഷരങ്ങളിലൂടെ അബ്രപാളികളിൽ നെയ്തെടുത്തു. നോവലിസ്റ്റ്,
ചെറുകഥാകൃത്ത്, തിരക്കഥാകൃത്ത്, നാടകകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, പത്രാധിപർ. MT വ്യാപരിക്കാത്ത സർഗമേഖലകൾ ഒന്നും തന്നെ ബാക്കിയില്ലായിരുന്നു. ആദ്യമായി എഴുതിയ നോവലിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യമായി സംവിധാനം ചെയ്ത സിനിമയ്ക്ക് ഇന്ത്യയിലെ ഏറ്റവും മികച്ച സിനിമയ്ക്കുള്ള രാഷ്ട്രപതിയുടെ സ്വർണ്ണ മെഡൽ, മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡ് 4 തവണ, സിനിമകൾക്ക് തുടർച്ചയായി കേരള സംസ്ഥാന പുരസ്കാരങ്ങൾ. 1995 ഇന്ത്യയിൽ ഒരു സാഹിത്യകാരന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരമായ ജ്ഞാനപീഠം അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, പത്മഭൂഷൺ, അങ്ങനെ ഒരു മനുഷ്യായുസ് കൊണ്ട് നേടാവുന്നതിലപ്പുറം പുരസ്കാരങ്ങൾ MT കരസ്ഥമാക്കി. മലയാള ഭാഷയെ തൻ്റെ അക്ഷരങ്ങൾ കൊണ്ട് സമ്പന്നമാക്കിയ ആ വലിയ എഴുത്തുകാരൻ 2024 ഒരു ക്രിസ്മസ് ദിനത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു. MTയെ അറിയാതെ, MTയെ വായിക്കാതെ മലയാളിയായി ഇരിക്കുന്നതിൽ അർത്ഥമില്ല. അറിവോരം 4-ാം പതിപ്പ് നിങ്ങളുടെ മുമ്പിൽ MTയുടെ കഥകളുടെ മായാലോകം തുറക്കുകയാണ്. MT സിനിമകളിലെ കഥാപാത്രങ്ങളായി നിങ്ങളുടെ ചില കൂട്ടുകാർ നിങ്ങളുടെ മുമ്പിൽ വരാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ്. നിളാനദിയെ സ്വന്തം ആത്മാവിനെ പോലെ സ്നേഹിച്ച MTയുടെ നാലുകെട്ടും 2-ാം ഊഴവും ഒരു വടക്കൻ വീരഗാഥയും ചേർത്ത് കൊരുത്തെടുത്ത മനോഹരമായ ഒരു നിളാതീരം ഇവിടെ നിങ്ങൾക്കായി ചമച്ചിട്ടുണ്ട്. അവിടെ അപ്പുണ്ണിയും മുത്താച്ചിയും ചെയ്താലിക്കുട്ടിയും ഭീമനും ചന്തുവും ഉണ്ണിയാർച്ചയും ഒക്കെ അവരുടെ കഥകൾ പറയാൻ നിങ്ങളെ കാത്തു നിൽക്കും. അവിടേക്ക് പോകും മുമ്പേ അവരെക്കുറിച്ച് സുഹാസിനി ടീച്ചർക്ക് നിങ്ങളോട് ചിലത് പറയാനുണ്ട്. നമസ്കാരം. മലയാളം മിഷൻ ആവടി മേഖല ഈ വർഷം MT വാസുദേവൻ നായരുടെ സർഗവ്യാപാരങ്ങളിലൂന്നിയാണ് അറിവോരത്തിൻ്റെ 4-ാം പതിപ്പ് അവതരിപ്പിക്കുന്നത് എന്നതിൽ സന്തോഷം. MTയുടെ ആദ്യ നോവലായ നാലുകെട്ട്, 2-ാം ഊഴം, തിരക്കഥയായ ഒരു വടക്കൻ വീരഗാഥ എന്നിവയിലൂന്നിയാണ് ഇപ്രാവശ്യത്തെ അറിവോരം പരിപാടികൾ അവതരിപ്പിക്കുന്നത്. 1933 മുതൽ 2024 വരെയുള്ള കാലയളവാണ് MTയുടെ ജീവിതകാലം. ഈ കാലയളവിൽ അദ്ദേഹം വ്യാപരിക്കാത്ത മേഖലകൾ, സർഗ മേഖലകൾ വളരെ കുറവാണ് എന്ന് നമുക്കറിയാം. നോവലിസ്റ്റായിരുന്നു, കഥാകൃത്താണ്, തിരക്കഥാകൃത്താണ്, നാടകകൃത്താണ്, സംവിധായകനാണ്, പത്രാധിപരാണ്. ഇങ്ങനെ വ്യത്യസ്ത മേഖലയിൽ ശോഭിച്ച ഒരു പ്രതിഭാധനൻ ആയിരുന്നു MT വാസുദേവൻ നായർ. ഇവിടെ അറിവോരത്തിൻ്റെ സംഘാടകര് എടുത്തിരിക്കുന്നത് 3 പ്രധാനപ്പെട്ട കൃതികൾ ആണെന്ന് പറയാം. ഒന്ന് നാലുകെട്ട്, മറ്റൊന്ന് 2-ാം ഊഴം, പിന്നെ തിരക്കഥയായ ഒരു വടക്കൻ വീരഗാഥ. നന്നായി ആലോചിച്ച് നോക്കുമ്പോൾ ഇവയ്ക്ക് 3നും ഏകദേശം ചില സമാനതകൾ ഉണ്ട് എന്ന് കണ്ടെത്താനാവും. അതിപ്പോൾ നാലുകെട്ട് ആണെങ്കിൽ നാലുകെട്ടിലെ കഥാപാത്രമായ അപ്പുണ്ണിയുടെ ജീവിത പാച്ചിലുകളാണ് ആ നോവലിലെ പ്രധാന പ്രമേയം എന്ന് നമുക്ക് കണ്ടെത്താനാവും. അതായത് വർഷങ്ങൾക്ക് മുമ്പ്, ഒരു 6 ദശകം മുമ്പൊക്കെ കേരളത്തിൽ നിലനിന്നിരുന്ന കൂട്ടുകുടുംബ വ്യവസ്ഥിതി ഉണ്ടായിരുന്നു, പ്രത്യേകിച്ച് നായർ കുടുംബങ്ങളിലെല്ലാം. അവിടെ സംഭവിച്ചിട്ടുള്ള ചില ജീർണതകളും ഛിദ്രങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു നോവലാണ് അത് എന്ന് പറയാം. നോവൽ തുടങ്ങുന്നത് വളർന്ന് വലുതാകും, എന്നിട്ട് ഞാൻ അവൻ എന്നുള്ള ഒരു പ്രതിനായകനോ അല്ലെങ്കിൽ ഒരു വില്ലനോ ഒക്കെ ഉണ്ട് എന്ന് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് തന്നുകൊണ്ടാണ് MT കഥ ആരംഭിക്കുന്നത്. അപ്പോൾ അപ്പുണ്ണി വളർന്ന് വലുതാകുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊരാകാംക്ഷ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലെ കഥയുടെ ഒരു രത്നച്ചുരുക്കം എന്ന് പറയുമ്പോൾ, തറവാട്ടിൽ നിന്ന് വടക്കേപ്പാട്ട് തറവാട്ടിലെ ഉഗ്രപ്രതാപിയാണ് അവിടുത്തെ വലിയമ്മാവൻ പറയുന്നത് അനുസരിച്ച് നടക്കേണ്ട ബാക്കി എല്ലാ അംഗങ്ങളും. അവിടെ നിന്ന് തനിക്ക് നിശ്ചയിച്ചുറപ്പിച്ച ഒരു കല്യാണം, ആ പ്രതിശ്രുത വരൻ 3ാമതായിട്ടാണ് തന്നെ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന് അറിഞ്ഞ പാറുക്കുട്ടി എന്ന പെൺകുട്ടി, തനിക്ക് ഇഷ്ടമുള്ള, തന്നെ ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കോന്തുണ്ണി നായർ എന്നാണ് പേര്.
അപ്പോൾ കോന്തുണ്ണി നായരുടെ കൂടെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ് അവിടെ നടന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നമായിട്ട് ഈ വലിയമ്മാവനും വീട്ടുകാരും ഒക്കെ കരുതുന്നത്. അങ്ങനെ പോയ പാറുക്കുട്ടി സാമാന്യം നല്ല രീതിയിൽ ജീവിച്ചു വരുമ്പോൾ അപ്പുണ്ണി പിറന്ന് വളരെയധികം വയസ്സൊക്കെ ആവുന്നതിന് മുമ്പ് തന്നെ, കുട്ടിയായിരിക്കുന്ന സമയത്ത് തന്നെ, ഈ നേരത്തെ ഞാൻ പറഞ്ഞ ഒരു വില്ലൻ കഥാപാത്രം ഉണ്ടല്ലോ, അയാളുടെ പേര് സൈതാലിക്കുട്ടി എന്നാണ്. സൈതലവി. ആ സൈതാലിയുടെ വീട്ടിൽ നിന്ന് ഒരിക്കൽ ഭക്ഷണം കഴിച്ച് മരിച്ചു പോവുകയാണ്. പിന്നീട് ഇവരുടെ ജീവിതം നരകയാതന അനുഭവിക്കുന്ന ജീവിതമായിരുന്നു. പിന്നെ ആ തറവാട്ടിലേക്ക്, വടക്കേപ്പാട്ട് തറവാട്ടിലേക്ക് അപ്പുണ്ണി ഒരിക്കൽ പോവുകയും അവിടെ നിന്ന് ആട്ടി പുറത്താക്കപ്പെടുകയും എല്ലാം ചെയ്തു. അങ്ങനെ തിരിച്ചു പോന്ന അപ്പുണ്ണി വീണ്ടും അവിടെ എത്തുകയും ഇത് തനിക്കും കൂടെ അവകാശപ്പെട്ടിട്ടുള്ള ഒരു ഇടമാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്ത അപ്പുണ്ണി ഒരുപാട് യാതനകൾ അനുഭവിച്ചുകൊണ്ട് പഠിച്ചു മുന്നേറുകയും നല്ലൊരു ജോലിയിൽ ഏർപ്പെടുകയും അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൂട്ടിവെച്ച് അങ്ങനെ വന്ന് ആ തറവാട് അമ്മാവനിൽ നിന്ന് വിലയ്ക്ക് വാങ്ങുകയും ചെയ്യുകയാണ് ചെയ്തത്. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിലയ്ക്ക് വാങ്ങുമ്പോൾ പണ്ട് താൻ ആരിൽ നിന്നാണോ ശാസന കേൾക്കേണ്ടി വന്നത് അവരിൽ നിന്ന് തന്നെ ഇത് തിരിച്ചു വാങ്ങുന്ന ആ സമയത്ത് ഈ കഥയുടെ മാനം ഉയരുകയാണ് എന്ന് നമുക്ക് മനസ്സിലാവും. മറ്റൊന്ന് രണ്ടാം ഊഴത്തിൽ ഭീമനാണ് കഥാനായകൻ. ഭീമൻ എന്ന് പറയുമ്പോൾ തന്നെ തടിയനാണ്, ശക്തിമാനാണ് എന്നൊക്കെയാണ് നമ്മുടെ ഒരു ധാരണ. അത് ശാരീരികമായിട്ടുള്ള ശക്തിയാണ്, ധൈര്യമാണ്. മാനസികമായിട്ട് ശാന്തപ്രകൃതന ആയിരുന്നു ഭീമൻ. അർജുനനെ പോലെ അല്ലെങ്കിൽ യുധിഷ്ഠിരനെ പോലെ സ്ഥാനങ്ങൾ കൈയടക്കിയിരുന്ന ഒരാളായിരുന്നില്ല. രണ്ടാം ഊഴക്കാരനായിരുന്നു എപ്പോഴും. അതായത് ഇപ്പോൾ യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രനോ വില്ലാളി വീരനായ അർജുനനോ ഇവരുടെയൊക്കെ ഒരു നിഴലായി നിൽക്കുകയായിരുന്നു എപ്പോഴും ഭീമൻ ചെയ്തിരുന്നത്. അങ്ങനെ ഭീമൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു കഥാപാത്രമാണ് പാഞ്ചാലി. പാഞ്ചാലിക്ക് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്ന ഭീമൻ. അങ്ങനെയാണ് പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗഗന്ധികം തേടിപ്പോയി. പാഞ്ചാലിക്ക് വേണ്ടി കീചകനെ വധിച്ചു. പാഞ്ചാലി അപമാനിതയായപ്പോൾ സദസ്സിൽ അപമാനിതയായ സമയത്ത് ദുശാസനനെ കൊന്ന് ദുശാസനന്റെ രക്തം കൈകളിലാക്കി കൊണ്ടുവന്ന് അവളുടെ മുടി കെട്ടിക്കൊടുക്കുമെന്ന് അതായത് പാഞ്ചാലിയുടെ ശപഥം നിറവേറ്റാനായി പുറപ്പെട്ടു ഭീമൻ. അവസാനം ആവട്ടെ ഈ മഹാപ്രസ്ഥാന സമയത്ത് ഇവരിങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് സഹോദരങ്ങളിൽ ഓരോരുത്തരായി താഴെ വീഴുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയുന്നുണ്ട്, യുധിഷ്ഠിരൻ പറയുന്നുണ്ട്, അവരവർ ചെയ്യുന്ന പാപത്തിന്റെ ഫലമായിട്ടാണ് അവരിങ്ങനെ വീണു പോകുന്നത്, അതുകൊണ്ട് ആരും തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്ന്. അത് പറഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോൾ ദ്രൗപദിയും വീണു, പാഞ്ചാലിയും വീണു. പക്ഷേ അവിടെ മറ്റുള്ളവർ തിരിഞ്ഞു നോക്കിയില്ലെങ്കിലും ഭീമന് അതിനായില്ല. ഭീമൻ തിരിഞ്ഞു നോക്കുക തന്നെ ചെയ്തു. ഭീമൻ വന്ന് ദ്രൗപദിയെ പൊക്കി എടുക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ പാഞ്ചാലിയുടെ പ്രണയം ലഭിക്കാനായിട്ട് എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറായിരുന്നു. ഭർത്താവ് തന്നെയാണല്ലോ ഭീമനും. പക്ഷേ പാഞ്ചാലി എപ്പോഴും സ്നേഹിച്ചിരുന്നത് അർജുനനെയായിരുന്നു. അപ്പോൾ ഇവിടെയൊക്കെ താൻ പരാജയങ്ങൾ ഏറ്റുവാങ്ങുകയായിരുന്നു ചെയ്തത് എന്ന തിരിച്ചറിവ് ഭീമന് ഉണ്ടായിരുന്നു. ഈ ഭീമനെയാണ് നമ്മുടെ MT വാസുദേവൻ നായർ നായക സ്ഥാനത്ത് നിർത്തിക്കൊണ്ട് രണ്ടാം ഊഴം എന്ന വളരെ പ്രശസ്തമായ ആഖ്യായിക നോവൽ എഴുതിയത്. അടുത്തത് ഒരു വടക്കൻ വീരഗാഥയാണ്. അത് തിരക്കഥയാണ്. MTയുടെ തിരക്കഥയും ഹരിഹരന്റെ സംവിധാനവുമാണ് ആ സിനിമ. അങ്ങനെ വന്ന സിനിമയാണത്. അതിലെ കഥാപാത്രം ചന്തുവാണ്. ചന്തുവിനെ നമ്മൾ ബോധം വെച്ച കാലം തൊട്ട് തന്നെ നമ്മൾ ചന്തുവിനെ കാണുന്നത് ചതിയൻ ചന്തു എന്നാണ്. ഈ ചതിയൻ ചന്തുവിനെ ഏതു തരത്തിൽ ചതിയനല്ലാത്ത ഒരു ചന്തുവാക്കിയിട്ട് മാറ്റിയെടുക്കാം എന്ന് MT വിചാരിക്കുന്നു. അതാവട്ടെ നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട, അതായത് പാടി 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 പതിഞ്ഞു പോയ നമ്മുടെ
നാടൻ പാട്ടുകൾ. ആ നാടൻ പാട്ടുകളുടെ ഒരു കൈവഴി തന്നെയാണ് വടക്കൻ പാട്ടുകൾ. ഈ വടക്കൻ പാട്ടിലെ ഒരു 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 മുഹൂർത്തമാണ് അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് ചന്തു. ഈ വടക്കൻ പാട്ടുകളെ ആസ്പദമാക്കി മലയാളത്തിൽ ധാരാളം സിനിമകൾ വന്നിട്ടുണ്ട്. പഴയ ഒരുപാട് സിനിമകൾ അങ്ങനെയാണ്. അതിലെല്ലാം നായകന്മാർക്കും മറ്റും അമാനുഷിക പരിവേഷം നൽകുകയാണ് ഉണ്ടായത്. അവിടെയൊക്കെ ചന്തു ചതിയനാണ്. ചന്തുവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് നമ്മളുടെ ഒരു കാഴ്ചശീലങ്ങളിലൂടെ സിനിമ എന്ന കാഴ്ചശീലത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി വെച്ചിരുന്നത്. ഇതിനെ അപനിർമ്മിക്കുകയാണ് അല്ലെങ്കിൽ അട്ടിമറിക്കുകയാണ് MT ചെയ്തത്. MT അവിടെ ചന്തുവിനെ പ്രതിനായക സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നപ്പോൾ സിനിമയ്ക്ക് ലഭിച്ച ഔന്നത്യം വളരെ വലുതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത്രയുമാണ് ഈ 3 കൃതികളെയും നമുക്ക് വളരെ ചുരുക്കത്തിൽ പറയാൻ പറ്റുന്നത്. ഇനി ഈ 3 കൃതികളിലെ നായകന്മാർക്കുമുള്ള സമാനത എന്താണ് എന്ന് നോക്കുകയാണെങ്കിൽ അപ്പുണ്ണി, ഭീമൻ, ചന്തു ഇവർ 3 പേരും പിതൃത്വത്തെ ചൊല്ലിയിട്ട് അപമാനിതരായവരാണ്. കോതുണ്ണി നായരുടെ മകനായിട്ട് ഉള്ള അപ്പുണ്ണിയെ പലപ്പോഴും പലതരത്തിലും ആട്ടിപ്പുറത്താക്കുകയും വഴക്ക് പറയുകയും വേണ്ടാധീനം പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുമാതിരി അടുത്തത് ഭീമൻ താൻ കാറ്റിൻ്റെ മകനാണ്, വായുദേവന്റെ മകനാണ് താൻ എന്ന് വളരെയധികം അഭിമാനിച്ച ഒരു വ്യക്തിയായിരുന്നു. തനിക്ക് നിർണായക ഘട്ടങ്ങളിൽ എത്തിപ്പെടുമ്പോഴെല്ലാം തൻ്റെ അച്ഛനായ വായു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ച ആളായിരുന്നു ഭീമൻ. പക്ഷേ കഥയുടെ അവസാനമായപ്പോൾ ഭീമന്റെ ഈ പിതൃത്വം ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട്. അടുത്ത ആൾ ചന്തുവിൻ്റെ പിതൃപാരമ്പര്യത്തിൻ്റെ ഊന്നിയിട്ട് ഒരുപാട് തരത്തിലുള്ള പരിഹാസങ്ങൾക്ക് വിധേയരാവേണ്ടി വന്നിട്ടുണ്ട് ഈ ചന്തുവിന്. അങ്ങനെ നോക്കുമ്പോൾ ഈ 3 പേരും അനുഭവിച്ച ഒരു അന്യതാബോധം ഈ നോവലുകളിൽ നിന്ന് നമുക്ക് കണ്ടെത്താനാവും. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഇവർ 3 പേരും പിന്നെ 3 തരത്തിലുള്ള കഥാസന്ദർഭങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇതിഹാസ കാവ്യമാണ് മഹാഭാരതം. ഈ മഹാഭാരതത്തിൽ വേദവ്യാസൻ പല സ്ഥലങ്ങളിലായിട്ട് കനത്ത മൗനങ്ങൾ വിട്ടേച്ചു പോയിട്ടുണ്ട്. ഈ കനത്ത മൗനങ്ങൾ കണ്ടെത്തി അതിൽ നിന്ന് കടഞ്ഞെടുത്ത് ഉണ്ടാക്കുന്ന സർഗപരമായിട്ടുള്ള കൃതികൾ ധാരാളം ഉണ്ടായിട്ടുമുണ്ട്. മലയാളത്തിലും മറ്റെല്ലാ ഭാഷയിലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ MT ചെയ്തത് എന്താണ് എന്നുള്ളതാണ് 2-ാം ഊഴത്തെ പ്രസക്തമാക്കുന്നത്. അത് ഇതിഹാസ കാവ്യങ്ങൾ എപ്പോഴും അങ്ങനെയാണ്, ഒരുപാട് വഴികൾ തുറന്നു വിടും. ആ തുറന്നുവിട്ട വഴിയിലൂടെ സഞ്ചരിച്ച് കണ്ടെത്തുക എന്നുള്ള ഒരു സർഗ വ്യാപാരമായിരുന്നു MT ചെയ്തത്. അതുപോലെ തന്നെയാണ് ഒന്ന് ഇതിഹാസ കാവ്യം, മറ്റൊന്ന് നാടൻ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട വടക്കൻ പാട്ടിലെ കഥാസന്ദർഭം, കഥാമുഹൂർത്തം അത് എടുത്തുകൊണ്ട് ചെയ്തത്. ഇനി അടുത്തത് സാമൂഹിക നോവൽ, അതാണ് 4 കെട്ട്. അപ്പോൾ 3 തരത്തിൽ വ്യത്യസ്ത തലങ്ങളിലാണ് നിൽക്കുന്നത് എന്ന് നമുക്ക് അറിയാം. ഈ വ്യത്യസ്ത തലങ്ങളിലുള്ള കഥാസന്ദർഭങ്ങളെ എടുത്തുകൊണ്ട് പുതിയ ആവിഷ്കാരം നടത്തുന്ന സമയത്ത് MT ചെയ്തത് എന്താണ്? MT ചെയ്തത് എപ്പോഴും നിഷ്കാസിതരായവരെയും അല്ലെങ്കിൽ തിരസ്കരിക്കപ്പെട്ടവരെയും തമസ്കരിക്കപ്പെട്ടവരെയും ഒക്കെ നല്ല ഒരു വഴിയിലേക്ക് അല്ലെങ്കിൽ ഒരു മെയിൻ സ്ട്രീമിലേക്ക്, പ്രധാനപ്പെട്ട ഒരു വഴിയിലേക്ക്, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ MT ശ്രമിച്ചു എന്നുള്ളതാണ് ഇവയിലെല്ലാം കാണുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യം. ഈ പൊതുവായിട്ടുള്ള കാര്യം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് ഈ 3 കൃതികളിലൂടെ MT പോയത് എന്ന്. അതാണ് അറിവോരത്തിലൂടെ അവതരിപ്പിക്കുന്നത് എന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഒപ്പം ഈ കൃതികളെല്ലാം, അതായത് 4 കെട്ടിലെ പ്രമേയവും അല്ലെങ്കിൽ വടക്കൻ വീരഗാഥയും 2-ാം ഊഴവും ഇതിലെല്ലാം ഉള്ള നിത്യജീവിത വ്യവഹാരങ്ങളും മറ്റും കാലാതിവർത്തിയായി നിലനിൽക്കുക തന്നെ ചെയ്യും എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാനാവും. നന്ദി. വരൂ കൂട്ടുകാരെ, MT എന്ന സർഗവസന്തത്തിൻ്റെ 2 അക്ഷരങ്ങൾ തേടി ഈ അറിവോരങ്ങളിലൂടെ നമുക്ക് ഒരുമിച്ച് നടന്നു നീങ്ങാം.